ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറലേ മാറയും നാഥനേ. ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറലേ മാറയും നാഥനേ. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 18-ാം സങ്കീർത്തനം 5-ാം വാക്യം. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. കൊടിയ വേദന അനുഭവിക്കുന്ന ജീവിതാനുഭവം. മൃഗങ്ങളെ കെണിവെച്ച് പിടിക്കുന്നത് പോലെ ശത്രു തന്നെ മരണമാകുന്ന കെണിയിൽ വീഴിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം വിടുവിക്കുന്നു. ശത്രുവിന് നമ്മെ വളയുവാൻ കഴിയും, എന്നാൽ കർത്താവ് നമ്മെ വിടുവിക്കും. ശത്രുവിന് നമ്മുടെ എല്ലാ വഴികളും അടയ്ക്കാം, എന്നാൽ നാം പ്രാർത്ഥനയാകുന്ന ആയുധമെടുക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും മാറി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ വഴി തുറക്കപ്പെടും. സങ്കീർത്തനക്കാരൻ്റെ സ്ഥിതി എത്രയോ നിരാശാപൂർണമാണ്. കെണി പിടിച്ച ഒരു പക്ഷിയെപ്പോലെയാണ് സങ്കീർത്തനക്കാരൻ. നിരപരാധിയായ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പെട്ടെന്നുള്ള ഇടപെടലിനല്ലാതെ ഈ ആപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനക്കാരൻ നിലവിളി ദൈവം കേൾക്കുന്നു, അവനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുവിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളും ഇതുപോലെ ആയിരിക്കാം. കെണിയിലകപ്പെട്ട മൃഗത്തെ പോലെ കെട്ടപ്പെട്ട അവസ്ഥ, എല്ലാ ആശകളും നഷ്ടപ്പെട്ട അനുഭവം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും സഹായകനായി വരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവനോട് നമുക്ക് നിലവിളിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അവസ്ഥയിൽ എൻ്റെ നിലവിളി കേട്ട് എനിക്ക് ഉത്തരം അരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.